ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ, സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു ജീവിതം ചെയ്യുന്ന, സ്വന്തമായി കണ്ടു ജീവിതം ചെയ്യുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും അരുവിൽ. അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും അരുവിൽ. അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായ, അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായ അക്കരെ വാഗ്ദത്ത നാട്ടിനു പോകുന്നു, അക്കരെ വാഗ്ദത്ത നാട്ടിനു പോകുന്നു ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ, സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു ജീവിതം ചെയ്യുന്ന, സ്വന്തമായി കണ്ടു ജീവിതം ചെയ്യുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീതി, ഭക്തി, വിശ്വാസം എന്ന വിഷയമാണ് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യോർദാൻ നദിയിലെത്തിയപ്പോൾ യോഹന്നാൻ യേശുവിനെ വിലക്കി. എന്നിട്ട് പറഞ്ഞത്, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെതാണ് നീതി, അതായത് തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ച് എല്ലാവർക്കും തുല്യ പരിഗണനയും പരിപാലനവും ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് നിയമപരമായും ധാർമ്മികമായ കാര്യങ്ങളിൽ ശരിയായും നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. നീതി എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിൽ ധാർമ്മിക നീതി, നിയമപരമായ നീതി, സാമൂഹിക നീതി, പ്രതികാര നീതി എന്നിങ്ങനെ പല വിഷയങ്ങൾ ഉൾപ്പെടുന്നു. ഇതിനെയെല്ലാം ലോകനീതിയിൽ എന്ന പട്ടികയിൽപ്പെടുത്താം. എന്നാൽ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. ഇവിടെയാണ് ഈ വാക്കിൻ്റെ പ്രസക്തി ഉയരുന്നത്. നീതിയോട് ന്യായം വിധിക്കുന്ന ന്യായകർത്താവാണ് ദൈവം. ദൈവം അനീതി പ്രവർത്തിക്കുകയില്ല. ദൈവം എന്ത് ആരോട് പറഞ്ഞിട്ടുണ്ടോ ആ വിഷയത്തിൽ മാത്രമേ ദൈവം ഇടപെടുകയുള്ളൂ. ഉദാഹരണമായി, ഹൗവ സാത്താൻ്റെ പ്രലോഭനത്താൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം പറിച്ചു തിന്നിട്ടും ഹൗവായി യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അതിന് കാരണം ദൈവം ഹൗവായോട് ഈ വിഷയം പറഞ്ഞിരുന്നില്ല. ആദാമനോടാണ് ദൈവം പറഞ്ഞത്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിനാലാണ് സാത്താൻ ഹൗവായോട് പറഞ്ഞത് മരിക്കുകയില്ല എന്ന്. തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. അതെ, അങ്ങനെ തന്നെ സംഭവിച്ചു. ഹൗവ പഴം എപ്പോൾ ആദാമിന് നൽകി, അവൻ ഭക്ഷിച്ച് നിമിഷം അവർ ഇരുവരുടെയും കണ്ണ് തുറക്കുകയും അവർ നഗ്നരെന്ന് കണ്ട് അത്തി ഇല തുന്നി അരയാട ധരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് ദൈവത്തിൻ്റെ നീതിയുടെ പ്രസക്തി മനസ്സിലാക്കുന്നത്. ഹൗവായോട് പറയാത്ത കാര്യത്തിന് അവൾ തെറ്റ് ചെയ്തെങ്കിലും ശിക്ഷിച്ചില്ല. ആദാമിനോടായിരുന്നു ദൈവം പറഞ്ഞത്. അങ്ങനെയാണ് പിന്നീട് ഇരുവരും ശിക്ഷയ്ക്ക് അർഹരായത്. നമ്മുടെ ദൈവം നീതിമാനും വിശ്വസ്തനുമാണ്. ദൈവം നീതിയോടുകൂടെ മാത്രമേ ഓരോരുത്തരെയും ന്യായം വിധിക്കുകയുള്ളൂ. അടുത്തത് ഭക്തി എന്ന വിഷയമാണ്. ഭക്തി എന്നാൽ എന്താണ്? ദൈവത്തെ ഭയത്തോടും ബഹുമാനത്തോടും കൂടെ ആരാധിക്കുന്നതാണ് ഭക്തി. അതോടൊപ്പം അക്ഷരാർത്ഥത്തിൽ അടുപ്പം, പങ്കാളിത്തം, അതീവ താല്പര്യം, ആദരവ്, വിശ്വാസം, സ്നേഹം, ആരാധന
ശുദ്ധി എന്നിത്യാദി വിഷയങ്ങളും അതിൽ ഉൾപ്പെടും. ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും കൂടെ സേവിക്കുക എന്നത് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. ദൈവത്താൽ സാക്ഷ്യം ലഭിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവർ ഭാഗ്യവാന്മാരാണ്. കൊർന്നേലിയോസിനെ പറ്റി ദൈവം സാക്ഷ്യം പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 10:2 പറയുന്നത് അവൻ ഭക്തൻ എന്നാണ്. ഈ സാക്ഷ്യം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇയ്യോബിനും ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. അതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യം, ദൈവത്തിൽ നിന്ന് നല്ല സാക്ഷ്യം പ്രാപിക്കുക. അടുത്തത് വിശ്വാസം എന്നതാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായി. ഉദാഹരണമായി തിരുവെഴുത്തിൽ നിന്ന് 2 പേരെ എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് നോഹ. ദൈവത്തെ ആഴമായി വിശ്വസിച്ചു. അതുവരെ കാണാത്ത കാര്യമായിരുന്നു മഴ. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിനെ പൂർണ്ണമായ വിശ്വാസത്താൽ ഏറ്റെടുത്ത് ദൈവം പറഞ്ഞതുപോലെ പെട്ടകത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കാണാതെ വിശ്വസിച്ച നോഹയ്ക്ക് ആ കാര്യം നേരിൽ കാണുവാനിടയായി. വിഷയം വിവരിക്കുന്നില്ല. അതുപോലെ അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവ് എന്ന് പേര് വരുവാൻ കാരണമായതും ദൈവം അരുളി ചെയ്ത വിഷയങ്ങളെ കാണാതെ വിശ്വസിച്ചു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തോടുള്ള നിങ്ങളുടെ ഭക്തിയുടെ നിലവാരം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വാക്കിനെ നിങ്ങൾ ഏത് നിലയിലാണ് വിശ്വസിക്കുന്നത്? ഒരു സ്വയശോധനയ്ക്ക് വേണ്ടി ദൈവമുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തിയാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.